അതിരാവിലെ തന്നെ ഹാളിലാകെ ബഹളം കേൾക്കുന്നുണ്ട്. അടുക്കളയിൽ ജോലിയിലായിരുന്ന ഗൗരി മെല്ലെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ പടിക്കലിൽ ചെന്നെത്തി നോക്കി. മുത്തശ്ശിയും വല്യച്ഛനും ഏട്ടനുമാണ് ഹാളിലുള്ളത്. കൂടെ അന്ന് വന്ന് ബ്രോക്കറും. ഒരു നിമിഷം നെഞ്ചിൽ ഒരു പിടച്ചിൽ തോന്നി അവൾക്ക്. ജാതകം നോക്കാൻ പോയ വല്യച്ഛന് നല്ല മുഹൂർത്തം തന്നെ കിട്ടിയിട്ടുണ്ട്. നാളെ അവരെ കണ്ട് സംസാരിക്കണമെന്ന് ഇന്നലെ രാത്രിയും കൂടി മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. പെട്ടെന്ന് മുത്തശ്ശിയുടെ സ്വരമുയർന്നതും അമ്മയും വല്യമ്മയും ഓടി വന്നിരുന്നു. ഇതെന്താ കുട്ടിക്കളിയാണോ വാസു? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചല്ലേ നിങ്ങളൊന്ന് പോയത്? വിശ്വയാണെങ്കിൽ ജാതകവും നോക്കി നല്ല മുഹൂർത്തവും ഉറപ്പിച്ചിട്ടുണ്ട്. ഈ അവസാന നിമിഷം നിങ്ങളെങ്ങനെ പറഞ്ഞ? ദേഷ്യത്തിൽ അലറുകയായിരുന്നു രാജേശ്വരി. ആശ സംശയത്തോടെ മകളെ നോക്കിയെങ്കിലും അവളും ഒന്നും അറിയാതെ നിൽപ്പാണ്. എനിക്കെന്ത് ചെയ്യാൻ കഴിയും തമ്പുരാട്ടി? ഇന്ന് രാവിലെ ബാലം വിളിച്ചു പറഞ്ഞു അവർക്ക് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന്. കാരണം ചോദിച്ചപ്പോൾ ചെക്കന് പിടിച്ചില്ല പോലും. ഇന്ന് രാവിലെ തന്നെ നിങ്ങളോട് അറിയിക്കാനും അവരാ പറഞ്ഞത്. ഗൗരി അത്ഭുതത്തോടെ അതിലുപരി സന്തോഷത്തോടെ വിതുമ്പിപ്പോയി. ആ ആലോചന മുടങ്ങിയതിൽ സന്തോഷത്താൽ ഹൃദയം നിറഞ്ഞു തുളുമ്പുമ്പോൾ ഇനിയും എത്ര നാൾ ഇവിടെ നരകിക്കണമെന്നോർക്കെ അവളുടെ നെഞ്ചു പിടച്ചു. ഈശ്വര, അമ്മയുടെ ശബ്ദമാണ്. സന്തോഷമോ അതോ വേദനയോ? മുഖത്തെ ഭാവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൾക്ക്. വീണ്ടും ഹാളിൽ ശബ്ദമുയർന്നു വന്നതും ഗൗരി തിരിച്ച് അടുക്കളയിലേക്ക് ഇറങ്ങി. ഇനി നടക്കാൻ പോകുന്ന സംസാരം തന്നെ ബാധിക്കുന്നതല്ല. എന്തായാലും കല്യാണം മുടങ്ങി, അതും മതിയായിരുന്നു അവൾക്ക്. ഊണ് കഴിച്ച പാത്രം മുഴുവനും കഴുകിവെച്ച് ഗൗരി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയതും അവിടെ മാവിൻ ചുവട്ടിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന ശ്രീയെയാണ് കാണുന്നത്. രാവിലെ പോയ സ്ത്രീ ഉച്ചയ്ക്ക് ഊണിന് വരുമായിരുന്നു. വൈകിട്ടാകുമ്പോഴേക്കും അനുവും അവനും ഇറങ്ങും. അതുകൊണ്ട് തന്നെ അമ്മയോട് നിർത്താതെ സംസാരത്തിലാണ് അനു. സംസാരിച്ചുകൊണ്ട് അലസമായി തിരിഞ്ഞ സ്ത്രീ അയലിൽ വിരിച്ച് തുണിയെടുക്കുന്ന ഗൗരിയെ കാണെ ഒന്ന് നിന്നു. പിന്നെ അപ്പുറമുള്ളവനോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ പോക്കറ്റിലിട്ടവൻ അവളുടെ അടുക്കലേക്ക് നടന്നു. സ്ത്രീയുടെ വിളയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും അവ മറച്ച് ചിരിയോടെ തിരിഞ്ഞു നോക്കി. എന്താ ഏട്ടാ? അത് ഈ ആലോചന മുടങ്ങിയതിൽ മോൾക്ക് വല്ല സങ്കടവും ഉണ്ടോ? അവളൊന്ന് ചിരിച്ചു. ഒരു നിമിഷം അവളുടെ ചിരിയിൽ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. നിഷ്കളങ്കമായ ചിരി. വല്ലാത്ത വാത്സല്യമാണ് ആ നിമിഷം അവന് തോന്നിയത്. ഏട്ടനല്ലേ പറഞ്ഞേ അയാൾ കൊള്ളാത്തവനാണെന്ന്? അതുകൊണ്ട് സങ്കടമൊന്നുമില്ല. പക്ഷേ ഇനി കുറച്ചു നാളത്തേക്ക് മുത്തശ്ശിയുടെ വഴക്കു പറച്ചിൽ കൂടുമെന്ന് ഓർക്കുമ്പോൾ ചെറിയ വേദനയുണ്ട്. അല്ലാതെ ഒന്നും. എല്ലാം ശരിയാവും മോളെ. എന്തായാലും നിനക്ക് ചേർന്ന പയ്യൻ വന്നാലേ നിന്റെ ഏട്ടനും ഞാനും ഒക്കെ കല്യാണം നടത്തൂ. ഇല്ലെങ്കിൽ അതൊക്കെ മുടക്കാൻ ഞങ്ങൾക്കറിയാം. ഏട്ടനാണോ ഈ ആലോചന മുടക്കിയത്? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പകച്ചു. ഏയ് അല്ലല്ലോ, ഞാൻ പറഞ്ഞത് കല്യാണം ഉറപ്പിച്ചാലാണ്. ഇതിപ്പോൾ ഉറപ്പിച്ചില്ലല്ലോ. എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച് അവളെ നോക്കുമ്പോൾ പെണ്ണ് ചൂഴ്ന്നു നോക്കുകയാണ്. ശ്രീ ഒന്ന് തപ്പിത്തടഞ്ഞ് പിന്നെ തലയാട്ടി മുൻവശത്തേക്ക് നടന്നു. ഗൗരി പൊട്ടിവന്ന ചിരിയോടെ ബാക്കി തുണി കൂടിയെടുത്ത് അകത്തേക്ക് കയറി. എന്തോ വല്ലാത്ത സന്തോഷവും ആശ്വാസവും അവൾക്കുള്ളിൽ നിറഞ്ഞിരുന്നു. അത് ആലോചന മുടങ്ങിയതിലാണെന്ന് അവൾ വിശ്വസിച്ചു. കേട്ടല്ലോ? പോക്കറ്റിൽ കട്ടാക്കാതെ ഇട്ടിരുന്ന ഫോണെടുത്ത് അവൻ വീണ്ടും ചെവിയിൽ വെച്ചു. അവൾ ഇനി കേൾക്കാൻ പോകുന്ന ചീത്തയൊക്കെ ഞാൻ പറയേണ്ടതില്ലല്ലോ ഹരി. പാവം, ആ തള്ള ഇനിയും കഴിക്കാൻ കൊടുക്കുമെന്നാണ് എൻ്റെ സംശയം. ഇതുവരെ ഞാനുള്ളത് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ അവൾക്ക് റെഡ് സോണാണ്. സംസാരിക്കുന്നത് ആരും കേൾക്കാതിരിക്കാൻ റോഡിലേക്ക് തന്നെ ഇറങ്ങി ശ്രീ. ഇതുവരെ അവളുടെ സംസാരത്തിൽ ഒരു പുഞ്ചിരിയോടെ ഇരുന്നവൻ ശ്രീ പറയുന്നത് കേൾക്കെ സ്റ്റിയറിങ്ങിൽ കൈ അമർത്തി വെച്ചു. എന്തായാലും ആ ആലോചന മുടങ്ങിയില്ലേ? അടുത്തത് എന്താന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താലോചിക്കാൻ? ഇത്രയും കാലം നീ ആലോചിച്ചില്ലേ? അത് മതി. ഇനി അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ നോക്കടാ. ആരും നിന്നെ എതിർക്കാൻ പോലും വരില്ല. അതെനിക്കറിയാടാ. പക്ഷെ ഈ സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുമോ ശ്രീ? അവൾക്കെങ്ങാനും എന്നെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ അതാടാ എനിക്ക് പേടി. ഹരിയുടെ സ്വരം ദയനീയമായി. കോപ്പാണ്. എല്ലാം ശരിയാവൂടാ. നിന്നെപ്പോലെ അല്ലെങ്കിലും എന്നെ ശരിക്കും അറിയാതെ കാണാതെ അല്ലേ അനുവും ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതം അറിയിച്ചത്. കല്യാണം കഴിഞ്ഞ രാത്രിയാണ് ഞാനും അവളൊന്ന് സംസാരിച്ചത് പോലും. ആദ്യം അവൾക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാം അറിഞ്ഞപ്പോൾ എന്നേക്കാളും സ്നേഹവും പ്രണയവും അവൾക്ക് എന്നോടാടാ. അതുപോലെ തന്നെ ഗൗരിയും നിന്നെ മനസ്സിലാക്കും, സ്നേഹിക്കും. പക്ഷേ ഞങ്ങളുടെ പോലെ അത്ര എളുപ്പം വരാല്ല കാര്യങ്ങൾ എന്ന് മാത്രം. ഞാൻ പിന്നെ വിളിക്കാം. സാധനം ഇറക്കാനുള്ള സമയമായി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം
അവൻ പറഞ്ഞുകൊണ്ട് കോള് കട്ടാക്കി സീറ്റിലേക്ക് ചാരിയിരുന്നു. അവളുടെ ശബ്ദം കേട്ടതിൽ മനസ്സ് സന്തോഷത്തിൽ നിറഞ്ഞിരുന്നുവെങ്കിലും അവളുടെ ഓരോ വാക്കുകളും നെഞ്ചിൽ മുള്ളുപോലെ കുത്തിക്കയറുന്നു. ഹരിക്ക് വല്ലാത്ത വേദന തോന്നി. പക്ഷേ കാര്യമില്ല, ഒരുപാട് കടമ്പകൾ കടന്നാലേ അവളെ സ്വന്തമാക്കാൻ കഴിയൂ. അതൊക്കെ കടന്നേ തീരൂ. ഒടുവിൽ അവളെ സ്വന്തമാക്കിയേ ഈ ഹരി അടങ്ങും. വല്ലാത്ത പിടിമുറുക്കത്തോടെ അവൻ്റെ നെഞ്ചിൽ കൈയമർത്തി. അപ്പോഴാണ് ഫോണിൽ എന്തോ മെസ്സേജ് വരുന്നത്. എടുത്തു നോക്കുമ്പോൾ ശ്രീയുടെ മെസ്സേജാണ്. നിന്റെ പെണ്ണ് തേങ്ങ പൊളിക്കുക. അതിൻ്റെ കൂടെ അവൾ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഓൺ വ്യൂ ഫോട്ടോയും. ഒരുപാട് നേരം അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. നീണ്ട ഇടതൂർന്ന മുടി പിന്നിയിട്ടിട്ടുണ്ട്. ഡാ മതി നോക്കിയത്, പോയി ലോഡിറക്കടാ. വീണ്ടും അവൻ്റെ മെസ്സേജ് വന്നതും ഹരി ചിരിയോടെ ഫോൺ മാറ്റിവെച്ച് വണ്ടിയെടുത്തു. അജയുടെ വല്യച്ഛൻ്റെ മോൻ. അജയും അവനും അധികം അടുപ്പമില്ലെങ്കിലും തനിക്ക് അവൻ എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അന്നൊരിക്കൽ ഒരു കൊട്ടേഷനുമായിട്ടാണ് അവൻ ആദ്യം തന്നെ കാണാൻ വരുന്നത്. നാട്ടിലെ ഒരു ഞരമ്പ് രോഗിയായിരുന്നു ആൾ. സ്ഥിരമായി അവൻ നാട്ടിലെ എല്ലാ പെൺകുട്ടികളെയും ഉപദ്രവിച്ച് പുറകെ നടക്കും. ഒരിക്കൽ അവൻ നടന്നത് അനുവിൻ്റെ പുറകെയും. അവളാണെങ്കിൽ ശ്രീയുടെ പ്രാണനും പ്രണയവും. അങ്ങനെ ആ ചെറിയ കൂടിക്കാഴ്ച ഒരു സൗഹൃദത്തിലെത്താൻ തന്നെ കാരണം അവൻ അനുവിനോടുള്ള പ്രണയമാണ്. അങ്ങനെ ഗൗരിയെക്കുറിച്ച് അവനോട് ചോദിച്ചറിയാനാണ് അവനുമായി അടുത്തത്. ഒടുവിൽ അവനെല്ലാം പറഞ്ഞു. അവൾ അവിടെ അനുഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തോന്നിയ ദേഷ്യം, പക, കൈ മുഷ്ടി ചുരുട്ടി മനസ്സിൽ ആളിക്കത്തുന്ന ദേഷ്യം അടക്കാൻ നോക്കിയവൻ അധികം വൈകാതെ തന്നെ അവനുള്ളം ശാന്തമായിരുന്നു. അതിനുള്ള കാരണം അവളും. എന്നത്തെയും പോലെ അവളുടെ ചിന്തകളിൽ ഒതുക്കിയവൻ വണ്ടി ഓടിച്ചു, ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടോടെ. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല വിശ്വ. അവൾക്ക് വരുന്ന ആലോചന മാത്രം ഇങ്ങനെ മുടങ്ങിപ്പോകുന്നത് വെറുതെ ആവില്ല. എന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടാവും. ഇല്ലെങ്കിൽ ആരെങ്കിലും മുടക്കുന്നതാണോ? വിശ്വ അമ്മയെ സംശയത്തോടെ നോക്കി. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഈ വീട്ടിലെ ആരെങ്കിലും ആവും ഇതിൻ്റെ പിന്നിൽ. ഹരിതറോ നന്ദനോ അതുമല്ലെങ്കിൽ അവൾ തന്നെയാവും ആളെ വിട്ട് ഈ ആലോചന ഉളക്കം മുടക്കുന്നത്. നീയൊന്ന് അന്വേഷിച്ചാൽ എല്ലാം അറിയാൻ കഴിഞ്ഞേനെ. ഞാൻ അന്വേഷിക്കാം അമ്മേ. കരുതി കൂട്ടിയാണ് ആരെങ്കിലും കളിക്കുന്നതെങ്കിൽ ബാക്കി അപ്പോൾ. കാരണങ്ങളില്ലാത്തൊരു ദേഷ്യമാണ് അയാളിൽ. എന്തിനാണ് തൻ്റെ കുടപ്പിറപ്പിനെയും മക്കളെയും വെറുക്കുന്നത് എന്ന് പോലും അയാൾക്കറിയില്ല. എല്ലാം അമ്മയുടെ വാക്കുകൾ പോലെ. രാജേശ്വരി എന്തോ ചിന്തയോടെ ചാരുകസേരയിലേക്ക് ചാഞ്ഞിരുന്നു. അപ്പോഴാണ് മുറ്റം മുഴുവനും അടിച്ചുവാരി പുറകിലെ സൈഡിൽ തീയിട്ട ശേഷം വിയർത്തു കുളിച്ച് ഗൗരി മുന്നിലേക്ക് വരുന്നത്. അവളെ കാണെ രാജേശ്വരിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഗൗരി അത് കാണാത്തതുപോലെ മുറ്റത്ത് ഒരറ്റത്തായി കൂട്ടിയിട്ടിരിക്കുന്ന ചവറ് വാരിയെടുത്ത് പുറകുവശത്തേക്ക് നടന്നു. അവൾക്കറിയാമായിരുന്നു മനഃപൂർവ്വം തന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്ന്. അല്ലെങ്കിൽ രാവിലെ അടിച്ചുവാരി ക്ലീൻ ചെയ്ത മുറ്റത്തെ വീണ്ടും അടിച്ചുവാരാൻ പറയില്ലല്ലോ. അതും ചവറുകൾ നിറഞ്ഞു തൂവിയ കണ്ണുനീരിനെ പുറം കൈകൊണ്ട് തുടച്ചു മാറ്റി നേരെ നിന്നവൾ. നടുവളയ്ക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നി അവൾക്ക്. ചുണ്ട് കടിച്ചു പിടിച്ച് ഒന്ന് വിതുമ്പിപ്പോയി ഗൗരി. കൈകൾ കൊണ്ട് അവിടെ മെല്ലെ ഒഴിഞ്ഞു. അമ്മേ, ചോറെടുത്ത് വെക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. ബാക്കി വന്ന കറികൾ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് അടുക്കളവാതിൽ ഹരിയുടെ ശബ്ദം കേട്ടത്. നീ ഇന്ന് വരത്തില്ലെന്നല്ലേ പറഞ്ഞത്? എന്തു പറ്റി? ലോഡ് മുടങ്ങിയോ? സുജാത വേഗം തന്നെ അവൻ ഏറ്റവും പ്രിയപ്പെട്ട പയറുതോരൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു. എന്തോ വയ്യ, അതുകൊണ്ട് പോയില്ല. ഓംലെറ്റ് അടിച്ചേക്ക്. ശബ്ദത്തിലെ തളർച്ചയിൽ അവൻ പോയ വഴിയെ സുജാത കുറച്ചു നിമിഷം നോക്കി നിന്നു. രാവിലെ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ, ഇതിപ്പോൾ എന്തു പറ്റിയാവോ? സുജാത ചോറ് ഹാളിലേക്ക് വെക്കുമ്പോൾ തലയും തോർത്തി ഹരി ഇറങ്ങി വന്നു. ഹീതു കിടന്നു കാണും. നിനക്ക് തലവേദനയാണോ? മുഖമൊക്കെ വാടിയിരിപ്പുണ്ടല്ലോ. കസേര വലിച്ചിട്ടിരുന്നവൻ്റെ താടിയിൽ പിടിച്ച് ആ മുഖമുയർത്തി സുജാത ചോദിച്ചു. ആവും. അമ്മ കഴിച്ചില്ലേ? പോയി കിടക്കാൻ നോക്ക്, ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ വേഗം തന്നെ കഴിക്കാൻ തുടങ്ങിയതും കുറച്ചു സമയം അവനെ നോക്കി നിന്ന് സുജാത അടുക്കളയിലേക്ക് ഇറങ്ങി. തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങുന്നില്ലെങ്കിലും എങ്ങനെയോ കഴിച്ചെന്ന് വരുത്തി അവൻ വേഗം തന്നെ എണീറ്റ് പാത്രവും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. സുജാത അവിടെ നിൽപ്പുണ്ടായിരുന്നുവെങ്കിലും അവരെ നോക്കാതെ പ്ലേറ്റും കഴുകി വെച്ച് അവൻ മുറിയിലേക്ക് നടന്നു. ആദ്യം തന്നെ ഫോൺ എടുത്തവൻ ബെഡിലേക്ക് കിടന്നു. നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ ഹരി? ഹലോ പോലും പറയുന്നതിന് മുൻപേ അപ്പുറത്തു നിന്ന് ദയനീയമായി ശ്രീയുടെ ശബ്ദം വന്നിരുന്നു. നീ എവിടാടാ? വീട്ടിലേക്ക് വന്നോ അതോ ഇപ്പോഴും അവിടെയാണോ? ഞങ്ങൾ വൈകിട്ടേ വന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിന്നോട്. അത് ഉറപ്പ് വരുത്താൻ വിളിച്ചതാ. എന്നാൽ നീ ഉറങ്ങിക്കോ. കോള് കട്ടാക്കി ഫോൺ ബെഡിലേക്ക് അലസമായിട്ടവൻ നെറ്റിയിൽ കൈവച്ച് നിവർന്നു. നെഞ്ചിലാകെ ഒരു വീർപ്പുമുട്ടൽ പോലെ തോന്നി അവന്. മുന്നോട്ട് എത്രയൊക്കെ ചിന്തിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടാത്ത പോലെ. എന്തെങ്കിലും വഴി മുന്നിൽ തെളിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശ്രീ പറഞ്ഞതുപോലെ വിളിച്ചിറക്കേണ്ടി വരും. പക്ഷേ അത് തെറ്റല്ലേ? അവളുടെ മനസ്സ് മനസ്സിലാക്കാതെ എങ്ങനെയാണ്?
ആ പെണ്ണിന് താരാരാണെന്ന് പോലും അറിയില്ലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്നൊരു ദിവസം അവളെ ഭീഷണിപ്പെടുത്തി സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഇല്ല, അതിനൊരിക്കലും കഴിയില്ല. അതിനു മുമ്പ് അവളെ എങ്ങനെയെങ്കിലും കാണണം, സംസാരിക്കണം, എല്ലാം തുറന്നു പറയണം. അവസാനം അവളുടെ മറുപടി പോലെ തീരുമാനിക്കാം കാര്യങ്ങൾ. അതാണ് നല്ലത്. അല്ലാതെ ആ പെണ്ണിനെ വേദനിപ്പിച്ചോ കരയിപ്പിച്ചോ തനിക്കൊന്നും വേണ്ട. അവസാന തീരുമാനം എന്നോണം മനസ്സിൽ കണക്ക് കൂട്ടിയവൻ മിഴികളടച്ചു. എന്നിട്ടും അവൻ ഉറക്കം വരുന്നില്ലായിരുന്നു. മനസ്സിൽ മുഴുവനും അവൾ മാത്രമായിരുന്നു. അവൻ്റെ ഗൗരി. 4 വർഷം ഹൃദയത്തിൽ ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ച അവൻ്റെ പ്രണയം. തമ്മാടിയുടെ മാത്രം കുഞ്ഞിപ്പെണ്ണ്. അവൻ്റെ ചൊടികളിൽ ഒരിളം പുഞ്ചിരി തിളങ്ങി. അതിനു പ്രണയത്തിൻ്റെ അഴകായിരുന്നു. മെല്ലെ മെല്ലെ അവൻ്റെ ചിന്തകൾ ആ പഴയ ഓർമ്മകളുടെ മുല്ലവള്ളിയിൽ കുടുങ്ങിപ്പോയി. ഒരിക്കലും മറക്കാനോ മറന്നുപോയെന്ന് അഭിനയിക്കാനോ അവന് കഴിയാത്ത ഒരുതരം ഭ്രാന്തമായ ആ നിമിഷത്തിലൂടെ അവൻ ഒരിക്കൽ കൂടി സഞ്ചാരം നടത്തി. 4.5 വർഷങ്ങൾക്ക് മുൻപ് ഹരിയും പിള്ളേരും നല്ലപോലെ ഗുണ്ടാപ്പണി നടത്തിയിരുന്ന സമയം. ഇപ്പോഴത്തെ പോലെ അല്ലായിരുന്നു അന്ന്. കുറച്ച് കൊട്ടേഷനും നല്ലപോലെ പാർട്ടി പ്രവർത്തനവുമായിരുന്നു അവരുടെ മെയിൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും അടിപിടി കേസ് അവരുടെ മേലെ ഉണ്ടാവും. അങ്ങനെ പോലീസ് സ്റ്റേഷനും പാർട്ടി ഓഫീസും അവരുടെ ക്ലബ്ബുമായി ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ചോരത്തുളപ്പുള്ള കാലം. വീട്ടിൽ കയറില്ലാത്തതുകൊണ്ട് ക്ലബിലായിരുന്നു അവരുടെ കിടപ്പാടമൊക്കെ. അങ്ങനെ ഹരിയുടെ 25ാം പിറന്നാളിന് രാവിലെ തലേന്ന് രാത്രി അടിച്ചതിൻ്റെ കെട്ടൊക്കെ ഇറങ്ങി അലസമായി മുണ്ടും മുറുക്കിയെടുത്ത് കോട്ടുവായുമിട്ട് ക്ലബിലെ വരാന്തയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഹരി ആ കണി കാണുന്നത്. കടും ചുവപ്പ് പാവാടയും ബ്ലൗസുമിട്ട് മുടി ഇരു സൈഡിലേക്ക് വിടർത്തിയിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടിയ ഒരു കൊച്ചു സുന്ദരി. കയ്യിൽ ഇലച്ചീന്ത് പിടിച്ച് കൂടെയുള്ള കുട്ടിയോട് എന്തോ പറഞ്ഞുകൊണ്ട് മുടി നേരെയാക്കുകയാണവൾ. കുറച്ചു നിമിഷം അവൻ ആ പെണ്ണിനെ മതിമറന്ന് നോക്കി നിന്നുപോയി. അവൻ പോലും അറിയാതെ കുഞ്ഞു പുഞ്ചിരി ഹരിയുടെ ചുണ്ടിലും തുളുമ്പി. എത്ര നേരം അവളെ മാത്രം നോക്കി നിന്നു എന്നവനറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഹരിയുടെ ബോധമെല്ലാം പോയിരുന്നു. മനസ്സ് കുഞ്ഞിപ്പെണ്ണിൽ മാത്രം വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. അവളെ നോക്കി നിൽക്കുന്ന ഓരോ നിമിഷവും ഹൃദയത്തിൽ ഒരു പിടച്ചിലാണ്. വല്ലാത്തൊരു കുളിരും സന്തോഷവും. കാരണം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞില്ല. ആ നിമിഷം ചുറ്റുള്ളവയെല്ലാം ശൂന്യമായി. അവളും അവനും മാത്രം അവശേഷിക്കുന്നത് പോലെ. ഒടുവിൽ അവരുടെ മുമ്പിലായി ഒരു കാറ് വന്നു നിന്നതും രണ്ടാളും അതിൽ കയറിപ്പോയതും ഒരു നിരാശയോടെയാണ് അവൻ നോക്കി നിന്നത്. അന്ന് ആ നിമിഷം മുതൽ തല്ലും കുടിയും പാർട്ടിയും മാത്രമായി നടന്നിരുന്നവൻ്റെ മനസ്സിൽ ആ കുഞ്ഞു മുഖവും തെളിഞ്ഞു വരാൻ തുടങ്ങി. പോകുന്ന ഓരോ സ്ഥലത്തും കാണുന്ന എല്ലാ മനുഷ്യർക്കിടയിലും അവൻ ആ മുഖം തിരയാൻ തുടങ്ങി. പയ്യെ പയ്യെ മനസ്സ് കവർന്നെടുത്തതുപോലെ അവൻ്റെ ഉറക്കവും ആ പെണ്ണ് കട്ടെടുത്തു. ചിന്തകളും സ്വപ്നവും അവൾ മാത്രമായി. അവൻ പോലും അറിയാതെ ഹൃദയത്തിൽ അവൾ വേരുറച്ചുപോയി. പക്ഷേ ഹരിക്ക് അവളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അന്ന് കണ്ടതല്ലാതെ പിന്നെ അവളെ കണ്ടതുമില്ല. ഒന്നു മാത്രം അറിയാം, 10ലോ 9ലോ പഠിക്കുന്ന ഒരു കുഞ്ഞി പെണ്ണാണ് അവളെന്ന്. അങ്ങനെ മാസങ്ങളോളം ആ മുഖമൊന്ന് കാണാൻ ഹരി കാത്തിരിക്കുന്നു. ഒടുവിൽ കൃത്യം 1 മാസം കഴിഞ്ഞ് അതേ തീയതി ഹരി അവളെ കണ്ടു. കറുപ്പും പച്ചയും ഇടകലർന്ന് പട്ടുപാവാടയിട്ട് ഒരിളം ചിരിയോടെ കൂടെ നടക്കുന്നവളോട് ചിരിയോടെ മിണ്ടി അമ്പലപ്പടികൾ ഇറങ്ങി വരുന്നവൾ. അവൾ കണ്ണിൽ നിന്നും മായും വരെ അവൻ അവളെ മാത്രം നോക്കി നിന്നു. അതുവരെ തോന്നിയ ഒരുതരം വീർപ്പുമുട്ട് അവളെ കണ്ട മാത്രയിൽ അലിഞ്ഞു പോയത് അവൻ അറിഞ്ഞു. പിന്നീട് അതൊരു പതിവാകുകയായിരുന്നു. മാസത്തിൽ ഒരിക്കൽ മാത്രമേ അമ്പലദർശനം അവൾ നടത്തുകയുള്ളൂ. അന്ന് കൃത്യം ഹരിയും അമ്പലത്തിലെത്തും. അവളെ മനസ്സിൽ നിറച്ച് അവളെ സ്വന്തമായി കിട്ടാൻ പ്രാർത്ഥിച്ച് അവൻ വീണ്ടും അടുത്ത മാസത്തിനായി കാത്തിരിക്കും. 1 വർഷം ഇതേ ചര്യയിൽ ഹരിയുടെ ജീവിതം ഒഴുകി. അതിനിടയിൽ പാർട്ടിയും തല്ലുമൊക്കെ അവൻ ഒഴിവാക്കാൻ തുടങ്ങി. കാരണം ജീവിച്ചു പോകുന്ന ഓരോ നിമിഷവും അവളെ സ്വപ്നം കണ്ടു. അവളിൽ മാത്രം ഒതുങ്ങി നിൽക്കാനായിരുന്നു അവനിഷ്ടം. പതിവ് പോലെ അവൾക്കായി അമ്പലനടയിൽ കാത്തിരിക്കുമ്പോഴാണ് പതിവ് തെറ്റിച്ചുകൊണ്ട് അവളുടെ കൂടെ വേറെ ആൾക്കാരെയും കാണുന്നത്. എന്നും കൂടെ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവളുടെ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു. അത് മണിമംഗലം തറവാട്ടുകാരാണെന്ന് മനസ്സിലാക്കെ ഹരി ആകെ തളർന്നു പോയിരുന്നു. നാട്ടിലെ പേരുകെട്ട തറവാടും സ്വത്തും കൈക്കലുള്ളവർ. അവിടുത്തെ കുട്ടിയെ മോഹിക്കാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും യോഗ്യതയില്ലായിരുന്നു ആ തെമ്മാടിക്ക്. എന്നും പറഞ്ഞ് ആ പെണ്ണിനെ മറന്നു കളയാനും അവനാവില്ലായിരുന്നു. അർഹതയ്ക്കും തറവാട് മഹിമയ്ക്കും മുകളിലായിരുന്നു അവനുള്ളിൽ അവൾ. അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും അവളുടെ എല്ലാ വിവരവും സംഘടിപ്പിച്ചത്. ഗൗരി കൃഷ്ണൻ ഗവൺമെൻറ് സ്കൂളുകളിൽ +1 പഠിക്കുന്നു എന്ന് തുടങ്ങി അവളുടെ എല്ലാ ഡീറ്റെയിൽസും അവൻ കണ്ടെത്തി. വയസ്സ് 16.
അന്നു മുതൽ ഇന്ന് ഈ 30-ാം വയസ്സ് വരെ അവൻ്റെ മനസ്സിൽ ആ കുഞ്ഞിപ്പെണ്ണ് മാത്രമാണ്. അവളെ മറക്കാനോ വേറെ ഒരാൾക്ക് സ്വന്തമാക്കാനോ ഹരി സമ്മതിച്ചിട്ടില്ല. ഒരു നിഴലായി അവളുടെ പുറകെ അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീയെയും ഗൗരിയുടെ വല്യച്ഛൻ്റെ മോൻ ആര്യനെയും തൻ്റെ പ്രിയപ്പെട്ടവരായി കൂടെ കൂട്ടിയത്. എത്ര വർഷം കാത്തിരുന്നാലും അവളെ ഹരി സ്വന്തമാക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകും. അല്ലാതെ ഒരുത്തനും അവളെ കെട്ടി കൂടെ പൊറിപ്പിക്കാൻ സമ്മതിക്കുകയില്ല എന്നതാണ് ഹരിയുടെ ലൈൻ. മനസ്സ് തുളുമ്പുന്ന ചിരിയോടെ, അതിലുപരി പ്രണയത്തോടെ ഹരി ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഇന്നത്തെ ഉറക്കവും പോയെന്ന് അവന് മനസ്സിലായി. ഇത് പതിവാണ്. എങ്ങാനും അവളെക്കുറിച്ച് ഓർത്തു പോയാൽ അന്നത്തെ ഉറക്കം പോയി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് രാത്രി വൈകി വന്ന് ഒന്നും ഓർക്കാൻ സമയം കൊടുക്കാതെ ബെഡിലേക്ക് വീഴുന്നത്. ചില ദിവസം കുടിച്ചിട്ട് വരും. അതാവുമ്പോൾ സ്വസ്ഥമായി ഉറങ്ങാവല്ലോ. താടിക്ക് കൈ കൊടുത്തിരുന്ന് ഓരോന്നും ആലോചിച്ചവൻ. പക്ഷേ എല്ലാം ഗൗരിയെക്കുറിച്ചായിരുന്നു എന്ന് മാത്രം. അമ്മ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരോ ഉണ്ട്. വാതിൽക്കൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി വിശ്വ രാജേശ്വരിയുടെ അടുത്തായി കട്ടിലിരുന്നു. അവർ ആകാംക്ഷയുടെ മുഖത്ത് ദേഷ്യം നിറച്ച് മകനെ നോക്കി. ഞാൻ അന്വേഷിച്ചു. അവളെ കാണാൻ വന്ന ചെക്കൻ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. അവൻ്റെ കൈക്കും കാലിനുമൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. തന്തയോട് ചോദിച്ചപ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആയതെന്നാ പറഞ്ഞത്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ അവനെ കണ്ടോ? സംസാരിച്ചോ? ഇല്ല. എന്നെ കണ്ടപ്പോൾ അവൻ കണ്ണടച്ച് കിടന്നു ഉറക്കമാണെന്ന് അഭിനയിച്ചു. പിന്നെ ഞാനും അവിടെ നിൽക്കാൻ പോയില്ല. അതല്ലമ്മേ, അന്ന് മാളിയേക്കല്ലേ ആലോചന വന്നില്ലായിരുന്നോ? അവരും ഈ ബന്ധം വേണമെന്ന് പറഞ്ഞു പോയ അന്ന് ആ പയ്യൻ ഇതുപോലെ ആക്സിഡൻ്റ് ആണെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു. അത് ഞാൻ അത്ര കാര്യമൊക്കെ എടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആരോ ഇതിൻ്റെ പിന്നിലുണ്ടമ്മേ. മനഃപൂർവ്വം എല്ലാം മുടക്കാൻ നോക്കുകയാണ് അവർ. ചിലപ്പോൾ ആളെ ഇറക്കിയാവും. രാജേശ്വരിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ആരെങ്കിലും ആണെങ്കിൽ വെച്ചേക്കില്ല ഒന്നിനെയും ഞാൻ. നോക്കിക്കോ, ഈ രാജേശ്വരി ആരാണെന്ന് അവരൊക്കെ ശരിക്കും അറിയും. ആ നിമിഷം പൈശാചിക ഭാവമായിരുന്നു അവരിൽ. വിശ്വയും അത് കേട്ട് പുച്ഛത്തോടെ മുഖം കോട്ടി ചിരിച്ചു. ഇതേ സമയം അതുവഴി പോയ നന്ദൻ അവരുടെ സംസാരം കേട്ട് ഒന്ന് നിശ്ചലമായി. അവൻ്റെ നെറ്റിയിലും സംശയത്തിൻ്റെ വരകൾ വീണു. അവസാനത്തെ രാജേശ്വരിയുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിലാണ് ചെന്ന് പതിച്ചത്. ആ നിമിഷം തന്നെ ആ തള്ളയെക്കൊന്ന് കുഴിച്ചു മൂടാൻ അവന് തോന്നിപ്പോയി. അവിടുന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ വെറുപ്പോടെ എന്നാൽ സംശയത്തോടെയും അവൻ്റെ മുഖം ചുളിഞ്ഞിരുന്നു.